ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ഭാഗമാണത്. അതായത് ബി സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത്. അന്ന് നമ്മൾ ലോങ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ എ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബി സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ കുറിച്ചാണ്. അതേപോലെ തന്നെ നമ്മൾ അന്ന് എ സൊല്യൂഷൻ ഉണ്ടാക്കിയ പോലെ തന്നെ അതേ വലുപ്പത്തിലുള്ളൊരു കന്നാസ്, അതിനകത്ത് നമ്മൾ ബി എന്ന് എഴുതി വെച്ചു. എന്തിനെങ്ങനെ വെള്ളം മാറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത്രയും കെമിക്കൽ എല്ലാം ഒന്നിച്ചരിക്കട്ടെ ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ബി സൊല്യൂഷനിലേക്ക് വരുന്ന കണ്ടൻറ്റ് നേരത്തെ പറഞ്ഞാണ് മഗ്നീഷ്യം സൾഫേറ്റ്, മോണോ അമോണിയം ഫോസ്ഫേറ്റ്, മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, മൈക്രോന്യൂട്രിയൻസ്. ഇത്രയാണ് നമുക്കിനി ലയിപ്പിക്കേണ്ടത്. അത് മഗ്നീഷ്യം നന്നായിട്ട് ലയിക്കുന്ന വരെ നമ്മൾ വെള്ളം ശരിക്കും, ഇത് ലൈറ്റ് ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ലയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അടുത്ത് നമുക്ക് വേണ്ടത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് വേണ്ടത്, 70 ഗ്രാം. അടുത്ത് നമുക്ക് വേണ്ടത് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ആണ്, അത് 91 ഗ്രാമാണ് വേണ്ടത്. ഇപ്പോൾ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് നമ്മൾ ഓക്കെ. അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് സൾഫേറ്റ് ഓഫ് പൊട്ടാസ്യം, അതായത് പൊട്ടാസ്യം സൾഫേറ്റ്. അത് നമുക്ക് വേണ്ടത് 350 ഗ്രാമാണ് വേണ്ടത്. ഇപ്പോൾ പൊട്ടാസ്യം സൾഫേറ്റ് 350 ഗ്രാം ആയിട്ടുണ്ട്. ഇതും നമുക്ക് ആ വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം. അടുത്ത് നമുക്ക് വേണ്ട മൈക്രോന്യൂട്രിയൻസ് ആണ്, ചില്ലേറ്റഡ് മൈക്രോന്യൂട്രിയൻറ്റ്. ഇത് നമുക്ക് വേണ്ട വളരെ കുറച്ച് ചുരുങ്ങിയത് മതി, ഒരു 2.1 ഗ്രാം മതി. നമ്മുടെ ബി സൊല്യൂഷൻ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സൊല്യൂഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ആ കന്നാസ് ശരിക്കും കുലുക്കി ശേഷം മാത്രമാണ് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എയും ബിയും സൊല്യൂഷൻ നമ്മൾ മിക്സ് ചെയ്ത് ചെടിയിലേക്ക് ഒഴിക്കുന്നത്, എങ്ങനെയാണ് ടി ഡി എസ് മീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ ടി ഡി എസ് മോണിറ്റർ ചെയ്യുന്നത് അതിടാം. അതുപോലെ തന്നെ ഓരോരോ ചെടിക്ക് വേണ്ടിയുള്ള ടി ഡി എസിൻ്റെ ചാർട്ട് ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ബി ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.